നമസ്കാരം. സംസ്ഥാനത്തെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്ന പേരിൽ ഒരു സുപ്രധാന ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ഭദ്രതയില്ലാത്തതും മറ്റ് ഔദ്യോഗിക ജോലികളോ വരുമാനമോ ഇല്ലാത്തതുമായിട്ടുള്ള വനിതകൾക്ക് പ്രതിമാസ ധനസഹായം നൽകി അവർക്ക് കൂടി കൂടുതൽ മുൻഗണന നൽകുകയും ഒരു ആദരവെന്നോണം കുടുംബത്തിലെ അവരുടെ പങ്ക് അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. പ്രതിമാസം 1000 രൂപ വീതം അർഹതയുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്ന ഈ പദ്ധതി 2025 നവംബർ മാസം മുതൽ തന്നെ പ്രാബല്യത്തിലായെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത്. ഈ പദ്ധതി സംസ്ഥാന ബജറ്റിൽ മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ആനുകൂല്യമല്ല. എന്നാൽ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു ജനപ്രിയ വാഗ്ദാനം അത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നടപ്പിലാക്കുന്നതിനുള്ള ശ്രമമാണ്. സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്ന് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും നിലനിന്നിരുന്ന സാമ്പത്തിക ഞെരുക്കം കാരണം പദ്ധതി നടപ്പാക്കാനായിട്ട് കാലതാമസം നേരിടുകയായിരുന്നു. എങ്കിലും ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഈ സുപ്രധാന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അവതരിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എത്രയും വേഗം ആരംഭിക്കുന്നതിലൂടെ ഗുണഭോക്താക്കൾക്ക് സഹായം വളരെ വേഗം ഉറപ്പാക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുന്നതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. റേഷൻ കാർഡ് ഉള്ള വനിതകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. പ്രത്യേകിച്ചും BPL, പിങ്ക്, AY മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന ലഭിക്കുക. 35 വയസ്സ് പൂർത്തിയായത് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് നിലവിൽ സഹായം വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. 60 വയസ്സിന് ശേഷം ഇവർ മറ്റ് വാർദ്ധക്യകാല പെൻഷൻ സ്കീമുകളിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയും. ഗൃഹഭരണം, അതായത് വീട്ടിലെ കാര്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയും മറ്റ് ജോലികളിൽ ഏർപ്പെടാത്തതും അതോടൊപ്പം തന്നെ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ കൃത്യമായ വരുമാനം ഇല്ലാത്തതുമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്കാണ് ഈ പദ്ധതി അർഹതപ്പെട്ടതെന്ന് സർക്കാർ നിഷ്കർഷിക്കുന്നു. പദ്ധതിയിൽ അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് അവരുടെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണ മെസ്സേജുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിങ്ങൾ അർഹരാണ് എന്ന് സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഇത്തരത്തിൽ അയച്ചിരിക്കുന്നത്. ഇത് റേഷൻ കാർഡ് മാനദണ്ഡമാക്കിയുള്ള ആദ്യഘട്ട വിവര ശേഖരണത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ ആയിരിക്കാം ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷകൾ സമർപ്പിച്ച് അധികൃതർ അത് കൃത്യമായി പരിശോധിച്ച് ആ അപേക്ഷ അംഗീകരിച്ച ശേഷം പെൻഷൻ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്ന രീതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണ രീതി തന്നെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലും അവലംബിക്കുന്നത്. എല്ലാ മാസവും അവസാന ആഴ്ചകളിലായിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സഹായം നേരിട്ട് എത്തിക്കുന്നതാണ് രീതി. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ നിലവിലെ വർദ്ധിപ്പിച്ച തുക 2000 രൂപയായിരിക്കെ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിൽ പ്രതിമാസം 1000 രൂപയുടെ സ്കീമാണ് സർക്കാർ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മാസവും ഈ തുക കൃത്യമായിട്ട് ലഭിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടമ്മമാർക്ക് വലിയൊരു ആശ്വാസമാകും. പദ്ധതിയുടെ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും അന്തിമമായി തയ്യാറാക്കുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. നമ്മുടെ ഫോണുകളിലേക്ക് സന്ദേശം ലഭിച്ച ആളുകളെ സംബന്ധിച്ചും ഇനി ലഭിക്കാത്തവർക്കുമൊക്കെ തന്നെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അപേക്ഷകൾ സമർപ്പിക്കാൻ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവസരം ലഭിക്കുന്നതാണ്. BPL, AY റേഷൻ കാർഡ് ഉടമകൾക്കാണ് മുൻഗണന എന്നതിനാൽ തന്നെ BPL കാർഡിനായിട്ട് അപേക്ഷ സമർപ്പിച്ചവർക്ക് കാർഡ് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഈ പദ്ധതിയിലേക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ്, ഈ സുപ്രധാന വിവരം എല്ലാ പൊതുജനങ്ങളുടെയും പ്രത്യേകിച്ചും അർഹരായിട്ടുള്ള വനിതകളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.